ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നത് നിങ്ങൾ കമ്പനിയിലൊക്കെ കണ്ടതുപോലെ തന്നെ DigiLocker എന്ന ആപ്ലിക്കേഷനെ പറ്റി കുറേ പേര് കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതെങ്ങനെ യൂസ് ചെയ്യുന്നു കുറേ പേർക്ക് അറിയില്ലായിരിക്കും. ഞാൻ തന്നെ ഈ അടുത്താണ് യൂസ് ചെയ്യാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ DigiLocker കൊണ്ടുള്ള സിമ്പിളായിട്ടുള്ള യൂസ്, ടെക്നിക്കലി ഒന്നും പറയുന്നില്ല, സിമ്പിളായിട്ട് നിങ്ങൾക്ക് അത് എങ്ങനെ ഹെൽപ്ഫുൾ ആണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് ജസ്റ്റ് അത് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ലൈസൻസ്, ആധാർ കാർഡ്, അതുപോലെ തന്നെ വെഹിക്കിൾ RC എല്ലാം നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇതിലോട്ട് സൈൻ ഇൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ സൈനപ്പ് ചെയ്തിരിക്കണം. അതിനവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് ബട്ടൺ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് ബട്ടൺ ക്ലിക്ക് കാണാൻ പറ്റും. അതിലേക്ക് കേട്ട് നിങ്ങൾ ഇതിലോട്ട് സൈനപ്പ് ചെയ്യണം. അത് നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽസ് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ നെയിം, ബേസിക് ഡീറ്റെയിൽസ്, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, പിന്നെ ഒരു പാസ്വേഡ് കൂടെ സെറ്റ് ചെയ്ത് ജസ്റ്റ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പുതിയൊരു അക്കൗണ്ട് ഇതിലോട്ട് എടുക്കാവുന്നതാണ്. ഞാൻ ഓൾറെഡി ഒരു യൂസർ ആയതിലോട്ട് സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും ഞാനിവിടെ കുറേ ഫ്രണ്ട് പേജിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ, പാൻ കാർഡ്, അതുപോലെ തന്നെ ആധാർ കാർഡൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങൾ കേരള വോയിസ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് കാണാൻ പറ്റും. അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ, നിങ്ങൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയിട്ട് ആഡ് ചെയ്യാം. ഞാനിവിടെ ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, അതുപോലെ തന്നെ വെഹിക്കിൾ RC, ഇതാണ് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ. അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുപോലെ അത്യാവശ്യമുള്ള മാത്രം നിങ്ങൾ ആഡ് ചെയ്താൽ മതി. കാരണം നമ്മളെപ്പോഴും ഇത് എടുത്തിട്ട് പോകണമെന്നില്ല. നമ്മുടെ ലൈസൻസും അതുപോലെ തന്നെ പാൻ കാർഡ്, ആധാർ കാർഡ് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാകുന്നില്ല. അതോ എന്തെങ്കിലും അത്യാവശ്യം വന്ന് നമുക്ക് ഇവിടുന്ന് ഈ ആധാർ കാർഡ്, പാൻ കാർഡൊക്കെ നമുക്ക് ഇവിടുന്ന് കാണിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോഴത്തെ കാണാം. ഗുഡ് ബൈ.